വയനാട് മാനന്തവാടിയിൽ നിന്നും കഴിഞ്ഞ ദിവസം പുറത്തുവന്ന അഫ്സില എന്ന 27 വയസ്സുള്ള യുവതിയുടെ മരണം ഇന്ന് വലിയൊരു ചോദ്യചിഹ്നമായി മാറിയിരിക്കുകയാണ്. 11 മാസം മാത്രം പ്രായമുള്ള ഒരു കുഞ്ഞടക്കം 3 പിഞ്ചുമക്കളെ താലോലിക്കാൻ ഇനി അഫ്സില ഈ ഭൂമിയിലില്ല. വിവാഹം കഴിഞ്ഞ് ഭർത്താവിൻ്റെ കൂടെ താമസിക്കുമ്പോൾ മുതൽ അഫ്സിലയ്ക്ക് ഒരുപാട് മാനസിക ശാരീരിക പീഡനങ്ങൾ നേരിടേണ്ടി വന്നിരുന്നു എന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. പലതവണ കുടുംബ വഴക്കുകൾ അതിരുകടന്നപ്പോൾ മഹല്ല് കമ്മിറ്റിയും നാട്ടുകാരുമൊക്കെ ഇടപെട്ട് പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ ശ്രമിച്ചിരുന്നു. അഫ്സിലയുടെ സഹോദരൻ പറയുന്നത് മുൻപും പലതവണ ഇവളെ ശാരീരികമായി ഉപദ്രവിക്കുകയും ഒരിക്കൽ അഫ്സിലയെ അപായപ്പെടുത്താൻ ശ്രമം നടന്നപ്പോൾ പാതിരാത്രിക്ക് ഗവൺമെൻറ് ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടെന്നുമാണ്. അന്ന് ഡിവൈഎസ്പിയും എസ്പിയും അടക്കമുള്ള ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ ഇടപെട്ട് കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു. ഭർത്താവിൻ്റെ ഉമ്മയുമായി ഒത്തുപോകാൻ പറ്റാത്ത സാഹചര്യമുണ്ടായപ്പോൾ അഫ്സിലയ്ക്ക് നല്ലൊരു ജീവിതം ഉണ്ടാകണമെന്ന് കരുതി കുടുംബക്കാർ ഇടപെട്ട് ഇവരെ ഒരു കോട്ടേഴ്സിലേക്ക് താമസം മാറ്റിയിരുന്നു. കാര്യങ്ങളൊക്കെ ഉപദേശിച്ചു കൊടുത്ത് സമാധാനിപ്പിച്ചാണ് വിട്ടത്. എന്നാൽ അവിടെയും ഭർത്താവായ ജാബിറിൻ്റെയും കുടുംബത്തിൻ്റെയും ഭാഗത്തു നിന്നുള്ള മാനസികവും ശാരീരികവുമായ ടോർച്ചറിങ് തുടരുകയായിരുന്നു. താൻ അനുഭവിക്കുന്ന ഈ ക്രൂരതകളെല്ലാം അഫ്സില തൻ്റെ സഹോദരനോട് രഹസ്യമായി പലപ്പോഴും തുറന്നു പറഞ്ഞിരുന്നു. ഇങ്ങനെയൊരു സാഹചര്യത്തിൽ ഞാൻ ഇനി എങ്ങനെ ജീവിക്കുമെന്ന് പലതവണ കരഞ്ഞുകൊണ്ട് അഫ്സില ചോദിച്ചതായും സഹോദരൻ പറയുന്നു. സഹിക്കാൻ പറ്റാത്ത ഒടുവിൽ അഫ്സില ജീവനൊടുക്കി എന്നാണ് പുറത്തുവരുന്ന വാർത്തയെങ്കിലും കുടുംബം ഇത് പൂർണ്ണമായും നിഷേധിക്കുകയാണ്. 100% അത് കൊലപാതകമാണെന്നാണ് അഫ്സിലയുടെ കുടുംബം ഉറപ്പിച്ചു പറയുന്നത്. തൻ്റെ 11 മാസം പ്രായമുള്ള മുല കുടിക്കുന്ന മകനെ ഓർക്കാതെ അഫ്സില ഒരിക്കലും അങ്ങനെ ചെയ്യില്ല എന്നാണ് കുടുംബം പറയുന്നത്. ഭർത്താവും കുടുംബവും ചേർന്ന് അഫ്സിലയെ അപായപ്പെടുത്തിയതാണെന്നും ഇപ്പോൾ ഈ കേസ് വഴിതിരിച്ചുവിടാൻ നാടകീയമായ രംഗങ്ങളാണ് ഭർത്താവ് ജാബിർ കാണിക്കുന്നതെന്നും കുടുംബം ആരോപിക്കുന്നു. ഈ വിഷയത്തിൽ കൃത്യമായ അന്വേഷണം വേണമെന്നും ജനങ്ങൾ ഇത് ഏറ്റെടുക്കണമെന്നുമാണ് അവർ ആവശ്യപ്പെടുന്നത്. പ്രിയപ്പെട്ടവരെ, ഒരു പെൺകുട്ടിയെ വേറൊരാളുടെ കൈപിടിച്ച് ഏൽപ്പിക്കുമ്പോൾ ആ മാതാപിതാക്കൾ ആഗ്രഹിക്കുന്നത് സന്തോഷത്തോടെ ജീവിക്കണമെന്നാണ്. എന്നാൽ ഭർത്താവിൽ നിന്നോ വീട്ടുകാരിൽ നിന്നോ ക്രൂരമായ പീഡനമുണ്ടാകുമ്പോൾ നാട്ടുകാരെ ഭയന്ന് ആ നരകത്തിൽ തുടരുകയല്ല വേണ്ടത്. ഇത്തരം സാഹചര്യങ്ങളിൽ ആത്മഹത്യയല്ല പരിഹാരം. ധൈര്യമായി ആ ജീവിതത്തിൽ നിന്ന് ഇറങ്ങി വന്ന് സ്വന്തം കാലിൽ ജീവിക്കാൻ പെൺകുട്ടികൾ തയ്യാറാകണം. അവർക്ക് കുടുംബത്തിൻ്റെ കടുത്ത പിന്തുണയും ഉണ്ടാകണം. ഇതിന് മുമ്പ് പലപ്പോഴായിട്ട് ഇവർ തമ്മിൽ കുടുംബവഴക്കും അടിയും പ്രശ്നങ്ങളും ഇവിടെ ഇതിനു മുമ്പും ഒരു തവണ കൊല്ലാൻ ശ്രമിച്ചിട്ട് ഞങ്ങളൊക്കെ പാതിരാത്രിക്ക് പോയി ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കുകയും അന്ന് തന്നെ പോലീസ് കേസ് ഡിവൈഎസ്പിയും മാനന്തവാടി എസ് പി ഒക്കെ ഇടപെട്ടിട്ട് അത് ഒരു അവസാന ഘട്ടത്തിൽ കോംപ്രമൈസ് ആക്കിയിട്ട് പിന്നെ വീണ്ടും നല്ല നിലയിൽ പോകാം, വീട്ടിൽ ഉമ്മയുമായിട്ട് ഒത്തു പോകാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞതിന് ശേഷം ഞങ്ങൾ കോട്ടേഴ്സിലേക്ക് വരെ താമസം മാറ്റുകയും നല്ലൊരു ജീവിതം ഉണ്ടാകണം എന്നൊക്കെ പറഞ്ഞ് കാര്യങ്ങളൊക്കെ ഉപദേശിച്ച് കൊടുക്കുകയും ചെയ്തതാണ്. അതിനുശേഷം പിന്നീട് പലപ്പോഴും ഇവനിങ്ങനെ ടോർച്ചർ ചെയ്യുക, മാനസികമായിട്ട് പീഡിപ്പിക്കുക, ശാരീരികമായിട്ട് പീഡിപ്പിക്കുക, ഇതൊക്കെ ഇവൾ എന്നോട് പേഴ്സണലായിട്ട് പറയാറുണ്ട് പലപ്പോഴും. പിന്നെ അവൾ ആങ്ങളെ എന്ന നിലയിൽ എന്നോട് എല്ലാ കാര്യങ്ങളും തുറന്നു പറയുന്നതാണ്. ഒരുപാട് വീക്ക്നെസ്സുകളുണ്ട്, ഇതൊക്കെയാണ് എൻ്റെ മുമ്പിൽ പിന്നെ ഞാനിങ്ങനെ ജീവിക്കുമെന്നൊക്കെ പറഞ്ഞിട്ട് ഇവൾ പലപ്പോഴും പറഞ്ഞിട്ട് ഞങ്ങൾ ഒരു കുടുംബമല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് സമാധാനിപ്പിച്ചു വിടലാണ്. പക്ഷേ ഇത് തുടർന്നുകൊണ്ടിരുന്ന അവസാനം ഉമ്മാൻ്റെയും കുടുംബക്കാരെ അനിയൻ്റെയും ഉപ്പാൻ്റെയും ഭർത്താവായ ജാബറിൻ്റെയും ഒക്കെ പീഡനം സഹിക്കാൻ വയ്യാതാണ്. ഓളൊരിക്കലും ആത്മഹത്യ ചെയ്യില്ല, ഇത് 100% ഉറപ്പാണ്. ഇവളെ അപായപ്പെടുത്തിയതാണ് 100% ഉറപ്പാണ്. നാടകീയമായ കുറേ രംഗങ്ങൾ, അത്യാഹിത വിഭാഗത്തിൽ അഡ്മിറ്റ് ആവുകയും ഈ കേസിനെ വഴിതിരിച്ചു വിടാനുള്ള പല കാര്യങ്ങളും ഇവൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു നിലക്കും ഇത് ജനങ്ങൾ ഏറ്റെടുക്കണം.